ഇറങ്ങി വാടാ മോന്റെ മോനെ. മോൻ വന്നു. ഇയാളൊന്നല്ലേ ചെറ്റ, ഇറങ്ങി വാടോ. ചെറ്റയും വന്നു. ഇവനൊന്നല്ല. പിന്നെ താനാ പാഴ്സൽ കമ്പനിയുടെ ഡ്രൈവർ അല്ലേ? തനിക്ക് എന്താ ഇവിടെ കാര്യം? എന്റെ കാര്യം അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. വിളിക്കണോ? എവരോ തന്റെ മുതലാളി? ആ നന്ദൻ. ആ നന്ദനല്ല, ആനന്ദൻ. അതെ, ആനന്ദൻ. അവന്റെ ആനന്ദൊക്കെ ഒട്ടച്ച് കയ്യിൽ കൊടുത്തോളാം ഞാൻ. വിളിക്കണോ അവനെ? മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. പിന്നെ കോപ്പ് സൂക്ഷിക്കുന്നു. പോണോ? വേണ്ട, അകത്തേക്ക് പോകരുത്, വിവരം അറിയും. കടപ്പുറത്ത് പൂഴിയിടരുതേ. ഭാസ്കര, നീ അകത്ത് പോ. മിസ്റ്റർ, എന്താ ഇവിടെ? ചോദിച്ചിട്ടില്ലേ എന്തിനാ ഇവിടെ വെള്ളം വെച്ച? അല്ല, ഞാന് ഒന്നുമില്ല. ഡാഡി, ഡാഡി പ്ലീസ്. എന്താ മോനെ? കഷ്ടപ്പെട്ട് വളർത്തിട്ട് അപ്പൊ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് അയാൾ അവൻ കൊച്ചു കുഞ്ഞാണ്, ഇങ്ങനെ തല്ലരുത്. എവിടെയെങ്കിലും പോയി ചാവിട്ട് നല്ല ചേട്ടാ. പോയി പണ്ടാറങ്ങട്ടെ. എന്നെയാ വേടിക്ക് പാത്തിരിക്കുക. പോ, വീട്ടിക്ക് പോ. കഷ്ടപ്പെട്ട് വളർത്തിട്ട് പന്നിയുടെ പോലെ. ഇത് കുറെ കടുത്തുപോയി. ഇത്രത്തോളം വേണ്ടായിരുന്നു. കുഞ്ഞല്ലേ അവൻ. നോക്കിയും കണ്ടും വേണം ശിക്ഷിക്കാൻ. ഇല്ല, എനിക്കൊന്നും നോക്കാനില്ല. മതി. ഇങ്ങനെ തല്ലിക്കൊല്ലാൻ മാത്രം ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാത്തിനും കാരണക്കാരൻ നീ ഒരുത്തനാ. മോനെ പഠിപ്പിച്ചു വലിയ സായിപ്പാക്കാൻ കൊണ്ടുപോകുന്നതല്ലേ? കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂന്ന് ഞാൻ അന്നേ പറഞ്ഞതാ, കേട്ടില്ല. ഇപ്പോഴോ സ്വന്തം തന്ത വരെ മാറ്റി പറഞ്ഞില്ലേ? അതാണ് ആ സ്കൂളിന്റെ ഗുണം, അവിടുത്തെ പഠിപ്പിന്റെ ഗുണം. മനസാക്ഷി ഉണ്ടായി ചോദിച്ചു നോക്കടാ, ഈ പിഞ്ചു കുഞ്ഞിനെ തല്ലിച്ചവച്ചത് നിന്റെ ഭാര്യയുടെ ആത്മാവ് സഹിക്കുമെന്ന്. ഇല്ല, അവളുടെ ആത്മാവ് പോലും നിന്നോട് പൊറുക്കുകയല്ല. അത്രയ്ക്ക് വലിയ തെറ്റാ നീ ചെയ്തത്. എനിക്കുണ്ടടാ പിള്ളേര്. നളിനാക്ഷൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിങ്ങളുടെ അതിമോഹം തന്നെയാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നാട്ടിലെ സ്കൂള് പോരാന്ന് തോന്നി നിങ്ങൾ പുതിയ സ്കൂള് തേടി ഇവിടെ വന്നു. ഇവിടെയാണെങ്കിലോ കുറെ അമുൽ ബേബിമാരെയും അവരുടെ ഡാഡിമാരെയും കണ്ടപ്പോ തന്റെ അച്ഛൻ പോരാന്ന് കുഞ്ഞുണ്ണിക്കും തോന്നി. സോ ആ സ്കൂളിലെ സംസ്കാരത്തിന് ചേർന്ന് ഒരു പുതിയ ഡാഡിയെ അവനും കണ്ടെത്തി. ഞാൻ അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഭാസ്കരൻ? ഇവിടുത്തെ സാഹചര്യത്തിൽപ്പെട്ട് മോൻ വഴി തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന്. കുട്ടികളെ ഒരുതരം റോബോട്ടുകളാക്കുന്ന വിദ്യാഭ്യാസമായി ഇവിടെ. നാടിനോടോ സമൂഹത്തോടോ ജീവിതത്തോടോ പോലും നീതി പുലർത്താൻ കഴിയാത്ത പൊങ്ങച്ച നിറഞ്ഞ കുറെ പൗരന്മാരെ വാർത്തെടുക്കുന്ന ഫാക്ടറി. ഇവിടേക്ക് ഒരിക്കലും ഭാസ്കരൻ മകനെയും കൂട്ടി വരരുതായിരുന്നു. അത് പിന്നെ ടീച്ചറെ, ഞാൻ ഇനി എടുത്തു ചാടിയിട്ട് ഒരു കാര്യമില്ല. ഈ പരുക്കൻ സ്വഭാവം കൊണ്ട് ഒന്നും പരിഹരിക്കാനും കഴിയില്ല. കുഞ്ഞുണ്ണിയുടെ മനസ്സിപ്പോ ഒരു സ്വപ്ന ലോകത്തില. മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് തോന്നുന്ന പ്രായവും. ക്രമേണ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കവനെ മാറ്റിയെടുക്കാം. അതുവരെ ഭാസ്കരനെല്ലാം സഹിക്കണം, ക്ഷമിക്കണം. മോനെ ഭാസ്കരന് തിരിച്ചു കിട്ടാൻ എന്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാവും. ഡാഡിയെ കാണണം. എനിക്ക് എൻ്റെ ഡാഡിയെ കാണണം. ഡാഡി, ഡാഡി. നോക്കിയേ, ഇതല്ലേ മോന്റെ പുന്നാര ഡാഡി? ഇതെന്റെ ഡാഡി അല്ല, ഇതെന്റെ അച്ഛനാ. എന്റെ ഭഗവതി, മോനെ കുഞ്ഞുണ്ണി, നീ ആ ഡാഡിയെ മറന്നുകളാ. ഇല്ല, എനിക്ക് അച്ഛനും വേണം ഡാഡിയും വേണം. മോനെ, ഈ ചുക്കാ പൊടിക്ക്, മോന്റെ പനി മാറും. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഡാഡിയെ കാണണം.
എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല നന്ദേഷേട്ടാ. എന്റെ വാക്കിലോ നോക്കിലോ സ്നേഹത്തിന്റെ മുന്നിലോ തീരാത്ത ഒരു അസുഖം ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അവന് ഒരുപാട് തല്ലി. അതെന്നെ അവൻ ധിക്കരിച്ചിട്ടല്ലേ. കൊച്ചു കുട്ടികളെക്കാൾ കഷ്ടമാണല്ലോടാ നിന്റെ കാര്യം. സമാധാനിക്ക്, വഴി ഉണ്ടാക്കാം. ചെന്നായ വളർത്തിയ കുട്ടി, അങ്ങനൊരു കഥ കേട്ടിട്ടുണ്ടോ താൻ? ആ കേട്ടെങ്കിൽ കേട്ടെന്ന് പറയടോ. ഏതാണ്ട് അതൊക്കെ തന്നെ എന്റെ അവസ്ഥ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ എന്താ അർഹത? അതല്ല നമ്പീശ, ഈ സ്നേഹിക്കുന്നവരുടെ മുമ്പിലൊക്കെ ഞാൻ ഈ തോറ്റു പോണ എന്തുകൊണ്ടാ? ബോസ്, സീത, കുഞ്ഞുണ്ണി, എന്ത് ജീവിതം. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കുഞ്ഞുണ്ണിയെ മറക്ക. സീത എന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായി കരുതിയാ മതി. ഹേയ്, കുഞ്ഞുണ്ണിയെ മറക്കാനോ? അവൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു, ഡാഡി എന്ന് വിളിച്ചു. അവൻ എന്നെ ഡാഡി ആക്കി. ഇപ്പൊ വല്ലാത്ത ശൂന്യത. ഐ മിസ് ഹിം എ ലോട്ട്. വന്നു മനുഷ്യന്റെ സ്വസ്ഥത എടുത്താൽ എന്താ കാര്യം? സാർ, തോക്ക് താഴെ വെച്ചാ പറയാം. പറയടോ. കുഞ്ഞുണ്ണിക്ക് കടുത്ത പനിയ. സാറിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ഒന്ന് അത്രടം വരെ വരണം. ഇത് പറഞ്ഞ സാർ. അല്ല, ഇതാണ് കുഞ്ഞുണ്ണിയുടെ വീട്? ഓ, വീട്. എന്താ സാർ? അല്ല, കുഞ്ഞുണ്ണി ഒരിക്കൽ ചുമ്മാ ഒന്ന് കളിപ്പിച്ചു. സ്മാർട്ട് ബോയ്. ഡാഡിയെ കാണണം. എനിക്ക് എന്റെ ഡാഡിയെ കാണണം. മോനെ ചക്കരേ. ഡാഡി, ഇനിക്കണ്ട. ഡാഡി വന്നോ? ഡാഡി എന്താ എത്ര വൈകിയത്? ഡാഡി. നോ, നീ ചക്കര എന്നെ ഡാഡി എന്ന് വിളിക്കും. ഞാൻ മോന്റെ അങ്കിൾ അല്ലേ? മോനെ ഡാഡിയെ പോലെ സ്നേഹിക്കൂലേ? അല്ല, അങ്കിൾ എന്റെ ഡാഡി തന്നെയാ. അപ്പൊ ഈ നിൽക്കുന്നു മോന്റെ ഡാഡി അല്ലേ? അല്ല, അതെന്റെ അച്ഛനാ. ഇതെന്റെ ഡാഡിയും. എനിക്ക് രണ്ടുപേരെയും വേണം. അതെങ്ങനാ മോനെ? ഇത് നല്ല കൂത്ത്. കുട്ടിയല്ലേ, അവനെന്തറിയാം. പേടിക്കണ്ട. ഭാസ്കറിനോടുള്ളവന്റെ ഇഷ്ടവും സ്നേഹവും ഞാൻ തട്ടിയെടുക്കാൻ പോകുന്നു. ഇവൻ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടാണെന്ന് ഞാൻ തന്നെ അവനെ പറഞ്ഞു മനസ്സിലാക്കും. സോ തൽക്കാലം അവൻ എന്റെ കൂടെ നിൽക്കട്ടെ. അതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. ഞാൻ അവൻ ഇതുവരെ പിരിഞ്ഞു നിന്നിട്ടൊന്നുമില്ല. ചക്കരയെന്നുള്ള വിളി കേട്ടപ്പോ അവന്റെ പനിയും പോയി, കരച്ചിലും നിന്നു. മോൻ കഴിക്ക്. നമ്പീശൻ അങ്കിൾ എന്താ ഒന്നും കഴിക്കാത്തെ? നമ്പീശൻ അങ്കിൾ എങ്ങനെ കഴിക്കും? ഉപ്പിട്ട് കഞ്ഞി കൊടുക്കാന്ന് വെച്ചാ പ്രഷർ, വല്ല ഫ്രൂട്ട്സും വാങ്ങിച്ച് കൊടുക്കാന്ന് വെച്ചാ ഷുഗർ. മോനെ വല്ല ഇറച്ചിയോ മാംസോ മേടിച്ച് കൊടുക്കാന്ന് വെച്ചാലേ കൊളസ്ട്രോളാ, കൊളസ്ട്രോള്. സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഗ്യാസും. അതെ, വെറും ഗ്യാസ് അല്ല, ടിയർ ഗ്യാസ് ആണ്. നിർത്തടാ കഴുതേ. കണ്ട, ഉള്ള ഗ്യാസ് മുഴുവൻ ചട്ട പൊറിഞ്ഞ് തീർക്കുകയും ചെയ്യും. ഹായ് സീത മിസ്. ഡാഡി, സീതാ മിസ്സിന്റെ പടം എങ്ങനെ ഇവിടെ വന്നു? എടാ, നീ ഈ പ്രഹ്ലാദന്റെ കഥ കേട്ടിട്ടുണ്ടോ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും എന്റെ മനസ്സിലും എല്ലാം ഒരേ രൂപം, ഒരേ മുഖം. ആരാ ഈ പ്രഹ്ലാദൻ? എടാ, ഈ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ ഏതോ പത്രത്തിന്റെ എഡിറ്ററാണ് തോന്നുന്നു. ഇതൊക്കെ സീതാ മിസ് അറിഞ്ഞാണ്ടല്ലോ ഡാഡിയുടെ കഥ കഴിക്കും. ഓ പിന്നെ, ഡാഡിയുടെ കഥ കഴിക്കുകയല്ല, ഡാഡിയെ സീതാ മിസ് കല്യാണം കഴിക്കും. അതൊക്കെ പോട്ടെ, ചക്കരയ്ക്ക് ഗസൽ ഇഷ്ടമാണോ? എനിക്ക് അടിപൊളി പാട്ടുകളാ ഇഷ്ടം. എന്നൊരു അടിപൊളി പാട്ട് പാട്. ഡാഡി പാട്. എടാ, ഒരു അടിപൊളി പാട്ട് നീ പാട്. ഞാൻ പാടിയാൽ ശരിയാവില്ല, ഡാഡി പാട്. എടാ, ഞാൻ പാടി ശരിയാവില്ല, നീ പാട്. ഡാഡി പാട്. എടാ, പാടാവുന്നു. നിനക്ക് ഡാഡി പാടിയാ ഓക്കെ, മതി. തർക്കം വേണ്ട. നമുക്ക് ടോസ് ചെയ്ത് തീരുമാനിക്കാം. കോയിനോടെ പോയി. ഓക്കെ. ഹെഡ് ഓർ ടെയിൽ? ടെയിൽ.
ഓക്കെ. അപ്പൊ ചക്കരെ ഈവനിങ് ഷാപ്പ് അറ്റ് 3:30. ഓക്കെ? ചുമ്മാ നമ്പർ ഇടാ ഡാഡി. ഡാഡി ഇപ്പൊ എങ്ങോട്ടും പോവാൻ പോണില്ല. സീത മിസ്സിനെ കാണാൻ ഡാഡി ഇവിടെ കാണുന്ന എനിക്ക് അറിഞ്ഞൂടെ? ഒറ്റടി ഞാൻ ഓടാടുന്നു. ആ ഡാഡി കണ്ടടേ, എന്താ അത്? ഡാഡി വരച്ച സീതാ മിസ്സിന്റെ പടമാ. അയ്യോ, ഞാനിത് കാണിക്കും മിസ്സിനെ. ഹാ ചുമ്മാ ഇരുന്നാ. ദാ മിസ് നോക്കിയേ. ഹായ് സീത, നിന്റെ പടം നന്നായിട്ടുണ്ട്. ഇയാൾ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. സീത വേണ്ട. വേണം. ഇയാളോട് 10 പറഞ്ഞില്ലെങ്കിൽ പെണ്ണായി ജീവിച്ചിട്ട് എന്താ കാര്യം? ആ കുഞ്ഞിനെ നിങ്ങളൊരു ഉപകരണമാക്കരുത്. സീത, അത് ഞാൻ നോ, നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ല. എന്നെ മാത്രമല്ല, ആരെയും. നിങ്ങൾക്കറിയോ, കുഞ്ഞുണ്ണിയെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു അച്ഛനുണ്ട്. അവനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പാവ അച്ഛൻ. അയാളെ തകർത്തിട്ട് വേണോ നിങ്ങൾക്ക് സന്തോഷിക്കാൻ? നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്നേഹങ്ങളുടെയും ബന്ധങ്ങളുടെയും വില നിങ്ങൾക്കറിയില്ലല്ലോ. സീത മൈൻഡ്. നോ, നിങ്ങൾ കണ്ട ആ പഴയ സീതയല്ല ഞാൻ. എന്റെ സ്നേഹം തിരിച്ചു പിടിക്കാനാണ് നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നതെങ്കിൽ അതൊക്കെ വെറുതെയാണ്, വെറുതെ. നിക്ക്, നീ ഇത്രയും പറഞ്ഞില്ലേ? ബോംബെയിലെ ആ പഴയ ജീവിതം കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായിട്ട് എത്തിയതാ ഞാൻ. അറിയോ നിനക്ക്?